ഹലോ, എല്ലാ കൂട്ടുകാർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നമുക്കിന്ന് പ്രോൺ റോസ്റ്റ് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 300 ഗ്രാമോളം വരും കേട്ടോ. പിന്നെ കുറേ ചെറിയുള്ളി ആവശ്യമുണ്ട് നമുക്ക്. ഒരു 20 to 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ, ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 to 5 അല്ലി, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പൊടികളിൽ നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 3/4 ടീസ്പൂൺ, പിന്നെ പെപ്പർ എടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ എരിവിന് അനുസരിച്ച്. അതുപോലെ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രോണിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇച്ചിരി ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് റെഡിയാക്കേണ്ടത്. ഒന്നാണെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്ത് ചിരവി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. KLFൻ്റെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/4 to 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് റെഡിയാക്കി. ഇളം ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആക്കിയിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ ചെറിയ ഉള്ളിക്ക് ജസ്റ്റ് ഞാനൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുഴുവനോടെ ആകുമ്പം കുട്ടികളൊക്കെ തിന്നാൻ മടിക്കും. അതുപോലെ കുക്കാവാൻ ഇച്ചിരി സമയം കൂടുതലെടുക്കും. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ മൈന്യൂട്ടായി ചോപ്പ് ചെയ്ത് അങ്ങനെയല്ല എടുക്കുന്നത്, കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ തക്കാളി പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ കുട്ടികൾ കഴിക്കാൻ മടിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആവശ്യം നമ്മുടെ പച്ചമുളകാണ്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതും നമ്മൾ അരിഞ്ഞു വെച്ച് ഫുള്ളായി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി സമയം എടുത്തിട്ട് വേണം വഴറ്റാൻ കേട്ടോ. പെട്ടെന്ന് ഒരു 5 മിനിറ്റിലൊന്നും ആവില്ല. നമ്മളൊരു 10 മിനിറ്റോളം നന്നായി വഴറ്റണം. അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് വഴറ്റുമ്പോൾ കുറച്ച് വേഗം ഒന്ന് വഴന്ന് കിട്ടും. അപ്പം നമ്മുടെ മെയിൻ കുക്കിംഗ് പ്രോസസ്സ് ഇതാണ്. അപ്പം ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഞാനൊരു 1/2 സ്പൂൺ കൊണ്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റിലൊന്ന് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗരം മസാല നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മസാലകളൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് നല്ലൊരു സ്മെല്ല് വരും, അതുവരെ നമ്മളത് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോസ് ഒന്ന് ഇതുപോലെ തവി വെച്ചൊന്ന് മാഷ് ചെയ്തിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചിട്ടൊന്ന് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൊമാറ്റോസ് നന്നായി കുക്കായി വരും. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടൊമാറ്റോ ഒക്കെ കണ്ടാൽ അറിയാമല്ലോ കുറച്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പ്രോൺ മാരിനേറ്റ് ചെയ്തല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രോണിനകത്തേക്ക് ഈ മസാല എല്ലാം ഒന്ന് നന്നായി പിടിച്ച് വരണം. അതുപോലെ നമ്മൾ പ്രോണൊന്ന് കുക്കായും വരണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും കുറച്ച് സമയം നമുക്ക് ഇത് അടച്ചിട്ട് വേവിക്കാൻ വേണ്ടേ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കുരുമുളകും ബാക്കിയുള്ള ഗരം മസാലയും ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ മസാലേൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവായി തോന്നിയിട്ടാണ്. ബട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് എരിവ് കൂടിപ്പോയിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ ഇപ്പം ഞാൻ ആഡ് ചെയ്ത പെപ്പർ ആഡ് ചെയ്യേണ്ട കേട്ടോ. അല്ല, ഒത്തിരി സ്പൈസി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ രണ്ടാമത് ആഡ് ചെയ്ത പെപ്പറിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പ്രോണിൻ്റെ. വീണ്ടും നമ്മളൊരു 5 മിനിറ്റോളം അടച്ചിട്ട് കുക്ക് ചെയ്യുക. പ്രോൺ നന്നായി കുക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഇതിൻ്റെ കുക്കിംഗ് ഇത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾ ഒഴിക്കുന്നത് നിങ്ങൾക്ക് എത്ര കറീൻ്റെ കൺസിസ്റ്റൻസി വേണോ അതുപോലെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ്സോളം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചാറോടെ കിട്ടും.
അത് വേണമെങ്കിൽ നമുക്ക് ചോറിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആക്കാം. ഞാനിവിടെ ഒരു റോസ്റ്റ് പോലെ ആക്കുന്നത്, കുറച്ച് നല്ലോണം വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇത്ര തേങ്ങാപ്പാൽ ഇടണമെന്നില്ല. ബട്ട് ഇത് എത്രത്തോളം ഈ തേങ്ങാപ്പാൽ കുക്കാവുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അത് കാരണം ഞാൻ പറയും ഈ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഇത്ര എമൗണ്ട് ഒഴിച്ചിട്ട് നമ്മളിതിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ടിയാക്കേണ്ട തേങ്ങാപ്പാൽ കുറച്ചൊന്ന് മീഡിയം ആക്കിയാൽ മതി. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഇങ്ങനെ നല്ല കട്ടിയായി വരും കറി. അപ്പോൾ ഇനിയും നമുക്ക് റോസ്റ്റ് ആക്കാം കേട്ടോ. ഇതിലും കുറച്ചും കൂടി കുറവ് ആയിട്ടാക്കിയെടുത്താൽ ഇനിയും ടേസ്റ്റാണ്. അത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനേതായാലും ഏകദേശം ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ലാസ്റ്റിൽ നമ്മളിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി കറി റെഡിയാണ്. ഏറ്റവും ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഗരം മസാല ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി കറി റെഡിയാണ്. ഇതുപോലെ തന്നെ വേറെ ഒരു വേല് പ്രോൺ വയ്ക്കുന്നതും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യുന്നില്ല, അതൊരു വേറെ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും പോയി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക്. പിന്നെ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള പ്രോൺ റോസ്റ്റ് റെഡിയാണ്. ഇത് ചപ്പാത്തിയും ചോറിനും ഒരേപോലെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യല്ലോ. ബൈ.